ജീപ്പ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിവാസൻ ചാടി ഇറങ്ങി വീഴാൻ പോണ ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ചിരിച്ചു പോയി. ലാലിന് ആ പടം കാണുമ്പോൾ ലാലിന് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അത് ലാലിന് ചിരിയൊക്കെ അമർത്തിയിട്ട് അവൾക്ക് അവനെ കിട്ടിയത് അവളുടെ ഭാഗ്യം. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കട്ടെ ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞാലും കഴിക്കും. പിന്നെ ഞാൻ മുന്നേ കഴിച്ചോളാൻ പറഞ്ഞു. ഐശ്വര്യ റായ്. അതിനപ്പുറം ഒരു സുന്ദരി ഇല്ല. ഞാൻ ആ പടം കുടുങ്ങിപ്പോയതാണ്. കാരണം വെച്ചാല് ഞാൻ ഇവരെ തന്നെ നോക്കിയിരിക്കില്ല ഈ അവസാനം. ദിലീപായിട്ട് നല്ല സൗഹൃദം ആയിരുന്നു. സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? ശരിക്കും ജെന്വിൻ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് ഒളിവില്ല, ഇന്ന് ഒരുപാട് ഒളിവുണ്ട്. പറയണത് മിണ്ടാതിരിക്കുക, ആൾക്കാര് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അയാളത്ത് പറയണം അല്ലെങ്കിൽ പറയണ്ട എന്ന് പറയുന്ന മാതിരി ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളൊക്കെ കുറെ കൂടെയൊക്കെ എല്ലാം കരുതിക്കൂട്ടിയാണ്. ഇയാളത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് പെരുമാറണം, അങ്ങനെ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഊശിന്നാ ഞാൻ വിളിക്കുക ഉർവശിയെ. ഊശി എന്ന് വിളിച്ചാല് സാർ പറയും. അപ്പം ഞാനാര വേറെ ആരെയും അങ്ങനെ വിളിക്കില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ അത് എൻ്റെ ഭാര്യ തന്നെയാണ്, യാതൊരു സംശയമില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. മരുമകൻ ഗൗതം കാർത്തിക്കിനെ പറ്റിയിട്ട് നല്ല പയ്യനാണ്. ജം ഓഫ് എ മാൻ. ഭയങ്കര അവൻ്റെതായ കാഴ്ചപ്പാടും അവൻ്റെതായ കെട്ടുറപ്പും അവൻ്റെ ഒക്കെ ഉണ്ട്. നല്ല മനുഷ്യനാണ്. എന്തായാലും അവൾക്ക് അവനെ കിട്ടിയത് അവളുടെ ഭാഗ്യം. കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇടുന്നത്, ഭർത്താവുമായിട്ടുള്ള ഫോട്ടോസും പോസ്റ്റും ഒക്കെ ഇടുന്നത് കാണാറുണ്ട്. ഞാൻ കാണാറില്ല. സോഷ്യൽ മീഡിയയിലുണ്ടോ സാറ്? ഞാനില്ല. ഇല്ല. ഇങ്ങനെ കൊറേ പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട് മഞ്ജിമ, ഇങ്ങനെ ഭർത്താവായിട്ടുള്ള പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട് ഇടയ്ക്ക് കാണും. പിന്നെ ഞാൻ വിട്ടു. അതായ അവരായി ജോലി. അവരുടെ കല്യാണം നല്ല രസകരമായിരുന്നു. എല്ലാവരും ഭയങ്കര സിംപ്ലിസിറ്റിയിൽ ചെയ്ത ഒരു കല്യാണമായിരുന്നു. കാരണം ഇന്ന് നടക്കുന്ന സെലിബ്രിറ്റി വിവാഹം വെച്ച് നോക്കുമ്പോൾ മഞ്ജിമയുടെ കല്യാണം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഒത്തിരി ചർച്ചകൾ പോയ ഒരു ഇതായിരുന്നു മഞ്ജിമയുടെ കല്യാണം ഒക്കെ. അപ്പം സാർ എങ്ങനെയായിരുന്നു ആ ദിവസമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ജിമയുടെ കല്യാണം? എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കട്ടെ ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞാലും കഴിക്കും. പിന്നെ കൂടുതൽ പറയണം, ഞാൻ മുന്നേ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത്ര എളുപ്പമായിരുന്നു. ഞാനും വൈഫും കൂടെ ചെന്നൈക്ക് പോയി. അവിടെ എല്ലാം അവരെന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ചെലവൊന്നും ഇല്ലായിരുന്നു. പോയാൽ മാത്രം മതി. ആ സ്വാതന്ത്ര്യം സാർ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളില്ലേ, അവരുടെ രീതികളുണ്ട്. അത് അവരെ നമ്മൾ പിടിച്ചു കെട്ടാൻ പറ്റില്ലല്ലോ. അതെ. ഇപ്പം മഞ്ജിമയ്ക്ക് തന്നെ സാർ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഒബ്വിയസ്ലി സാർ എന്തെങ്കിലും കരിയർ അഡ്വൈസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ കൊടുത്തിട്ട് കാര്യമില്ല. അവളെ ഇഷ്ടപ്പെടാതെ ചെയ്യുള്ളൂ. സാർ വീട്ടിലെങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണോ? ഇങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും? ഭാര്യ നമ്മൾ എപ്പോഴും വഴക്കും ഇടിയും കുത്തും ഇതേമാതിരി കാര്യങ്ങൾ പറയുകയൊക്കെ. എന്റെ വൈഫ് ഭയങ്കര ലവിങ് വൈഫാണ്. ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കും. പക്ഷെ അവൾക്ക് അവളുടേതായ കാഴ്ചപ്പാട് വേറെ ഉണ്ട്. ഓക്കെ. ഞാൻ വിചാരിച്ച സാർ ചിലപ്പോൾ കുറച്ചൊന്ന് ഇതായിട്ടായിരിക്കും സംസാരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേനും, ഇപ്പം ഞാൻ കുറച്ചൊന്ന് ടെൻഷനിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഈ കാലഘട്ടത്തിലുള്ളവർ സംസാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി മക്കൾക്കാണെങ്കിൽ ആ ഒരു ഫ്രീഡം ഒബ്വിയസ്ലി സാറിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവരങ്ങനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറൊന്നുമില്ല. അവർക്ക് അവരുടെ കാഴ്ചപ്പാട്, എനിക്ക് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഈ പഴയ കാലഘട്ടത്തിലുള്ള ഒത്തിരി നടന്മാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തിലകൻ സാറ്, നെടുമുടി വേണു, സുകുമാരി അമ്മ, കലാഭവൻ മണി, KPS ലളിത, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ആർട്ടിസ്റ്റ് ഇന്നില്ല. ഇന്ന് നിലവിലുള്ള ഏത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാലും അവർ ആ ഒരു വോയിഡിനെ പറ്റി പറയാറുണ്ട്. ഇന്ന് പല ആർട്ടിസ്റ്റും ഇല്ല, ഇന്ന് പല സെറ്റുകളിലും പോകുമ്പോൾ തന്നെ ആ ഒരു കുറവ് ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ സാറിന് എങ്ങനെയാണ് ആ പഴയ ആർട്ടിസ്റ്റുകളുടെ ഒരു ഓർമ്മ? അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ ഇല്ല. ഇപ്പൊ പഴയ മാതിരി ആർട്ടിസ്റ്റുകൾ ഇല്ലല്ലോ. ഇപ്പൊ എന്റെ കാലഘട്ടത്തിൽ തിലകൻ ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, നെടുമുടി വേണു, ഇവരൊന്നും ഇല്ല. ഇവരെല്ലാം മറഞ്ഞു പോയി. യവനിക്കകത്ത് മറഞ്ഞു പറയുവാണെങ്കിൽ. അവരില്ലാതെന്ന് വെച്ചാൽ അവരുടെ ഒരു മിസ്സിങ് ഭയങ്കരമാണ്. ഇപ്പോഴത്തെ
ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നത് കുറേ കൂടിയൊക്കെ എല്ലാം കരുതിക്കൂട്ടിയാണ്. ഇയാളടുത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് പെരുമാറണം, അങ്ങനെ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അറിഞ്ഞുകൂടെ എനിക്ക് എത്രത്തോളം. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ, കാരണം ഞാനിപ്പോൾ പതുക്കെ പതുക്കെ ഞാനും കുറഞ്ഞു വരികയാണ്. കുറേ കഴിയുമ്പോൾ എനിക്കും ഇല്ലാതാവും, ഞാനും അങ്ങനെ മരിച്ചു പോവുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ തന്നെ എല്ലാം നല്ല നല്ല ആർട്ടിസ്റ്റുകളും നല്ല നല്ല മനുഷ്യന്മാരുമായിരുന്നു. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരോ ഇന്ന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സാറിന്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ സാർ തിരിഞ്ഞു നോക്കുമ്പം കരിയറിൽ സാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സാറിന് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നത്, അതായത് സാറിന് ചിലപ്പോൾ കിട്ടിയ ഒരു അംഗീകാരമായിരിക്കാം അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ ആയിരിക്കാം, സാർ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഇന്നും സൂക്ഷിച്ചു വെക്കുന്ന ഒരു മൊമെന്റ് സാറിന്റെ ലൈഫിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? അത് ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഉം. ഞാൻ മധുവമ്പാട്ടാണ് എൻ്റെ ഗുരു മധുവമ്പാട്ടാണ്. ഞാൻ മധുവിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് പടം ചെയ്യാൻ പോയി. അതിൽ ഹീറോയിൻ എന്ന് പറഞ്ഞത് ലോകത്തിലെ സുന്ദരിയുള്ള ഒരാളാണ്. ആരാന്ന് പറയാൻ പറ്റുമോ? ഐശ്വര്യ റായ്. അതിനപ്പുറം ഒരു സുന്ദരി ഇല്ല. ഞാൻ ആ പടം കുടുങ്ങിപ്പോയതാണ്. കാരണം വെച്ചാൽ ഞാൻ ഇവരെ തന്നെ നോക്കിയിരിക്കുന്നതായി അവസാനം. ക്യാമറ നോക്കലും, ഞാൻ ക്യാമറ ഓപ്പറേറ്റർ ആയിരുന്നു. മധുവാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അന്ന് അങ്ങനെയാണ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, ക്യാമറ ഓപ്പറേറ്റർ, ലൈറ്റിംഗ് ക്യാമറാമാൻ, അങ്ങനെ പലതുണ്ട്. ഞാൻ ഓപ്പറേറ്റർ ക്യാമറാമാനായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവരെയായിരുന്നു. കാരണം അവരെ നോക്കിയിരിക്കും ഞാൻ. കാരണം അത്രയും സുന്ദരിയായിരുന്നു അവർ, അത്രയും നല്ല നല്ല സ്വഭാവമായിരുന്നു അവർ. ഇത്രയും നല്ല ഒരു 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 ഞാൻ പറഞ്ഞ ബ്ലസ്ഡ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ബ്ലസ്ഡ്. അതേതായിരുന്നു ആ മൂവി? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് കയറി വരുന്നില്ല. കുഴപ്പമില്ല. അന്നത്തെ സിനിമ സെറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് നിങ്ങൾ ടൈം പാസ് ഒക്കെ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഇപ്പൊ ഒത്തിരി സമയം ഇന്നിപ്പോ എല്ലാവർക്കും ഫോണുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ അവരവരുടെ അല്ല, അന്ന് കാരവൻ, ഈ കാരവൻ എന്നുള്ള സംഭവം അന്നില്ല. ഇല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഉണ്ട്, ഒരു മരത്തിന്റെ ചോട്ടിലായിരിക്കും, എല്ലാം കൂടെ ചെയർ ഇട്ടൊരു വട്ടത്തിലിരുന്ന് സംസാരിക്കും, ചായ കുടിക്കും, ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഇരുന്നിട്ടൊക്കെയാണ്. അപ്പൊ പറയാനുള്ളതൊക്കെ അവിടെ ഇരുന്ന് പറയും. അല്ലാതെ ഇത് ഒളിച്ചു വെച്ച് പറയലോ അല്ലെങ്കിൽ ഇപ്പോഴാണ് ഒക്കെ മൊബൈൽ നോക്കിയിട്ട് അങ്ങനത്തെ ഒരു ഒളിവും മറവൊന്നും ഇല്ല. അന്ന് എല്ലാം ഓപ്പണാണ്, എല്ലാവരും ഓപ്പണാണ്, എല്ലാ കാര്യങ്ങളും ഓപ്പണാണ്. അതേപോലെ ഇന്നിപ്പോ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന നല്ലതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളാണ് വരുന്നത്. പക്ഷെ നിങ്ങളെപ്പോലുള്ള പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ പറയാൻ ഒത്തിരി കഥകളുണ്ട്, നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂസ് ഒക്കെ ഹിറ്റ് ആവുന്നതിന്റെ മെയിൻ റീസൺ തന്നെ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട്. ഇപ്പൊ സാർ ഇപ്പം ലാലേട്ടനെ പറ്റിയിട്ട് ഇന്നൊരു മൂവിയിൽ എക്സ്പീരിയൻസ് പറയുന്നു, ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് കേൾക്കാം. പക്ഷെ ഇന്നൊരു സിനിമാ സെറ്റിലെ കാര്യം വന്ന ഒരാളടുത്ത് പറയാൻ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ആൾക്കാർക്ക് പറയാനുള്ളത്. ഇപ്പൊ കുറച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അല്ല, ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർ ഓപ്പൺ ആയി. ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഓപ്പൺ ആയി. ഇപ്പൊ നമ്മളടുത്തൊക്കെ സംസാരിക്കുമ്പോൾ, ഇപ്പൊ നമ്മളെ അടുത്തൊക്കെ സംസാരിക്കുന്ന അവർക്കൊരു മടിയുണ്ട്, ഇയാളുടെ അടുത്ത് എങ്ങനെ ഇതൊക്കെ പറയുന്നുള്ളത്. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തിൽ അതില്ല, ഞങ്ങളെല്ലാം ഓപ്പൺ ആയിരുന്നു. തെറിയായാലും ശരി, നല്ലതായാലും ശരി, ഒക്കെ. സത്യനായാലും ശ്രീനിവാസനായാലും ഒക്കെ. നെടുമുടി വേണു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. വേണുവിൻ്റെ അടുത്തൊക്കെ ഞങ്ങള്, കാരണം വേണുവിനെ ആദ്യം ഒരു നടനാവണ മുമ്പ് തന്നെ എനിക്കറിയാം ഇവിടെ തിരുവനന്തപുരത്ത്. അതേമാതിരി ഒന്നും ആർട്ടിസ്റ്റുകളൊന്നും ഈ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് ഈ സുരക്ഷയിൽ ഇത്രയും വീഴ്ച വരുന്നത്? കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം. എന്ന് വെച്ചാൽ ഒരു സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് കൂടുതലാണ്. ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് പോലും പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും. അതെന്താ അറിയോ, അന്ന് ഒളിവില്ല, ഇന്ന് ഒരുപാട് ഒളിവുണ്ട്. പറയണത് മിണ്ടാതിരിക്കുക, ആൾക്കാര് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അയാളടുത്ത് പറയണം അല്ലെങ്കിൽ പറയണ്ട എന്ന് പറയുന്ന മാതിരി, അതൊക്കെയാണ് എന്റെ കാര്യം. സാർ എങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വന്നത്? തൃശ്ശൂരാണ് സ്ഥലം എന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയാ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നത്? മനുഷ്യന്മാർക്ക് ഓരോ അബദ്ധങ്ങൾ ഓരോ സമയത്ത് സംഭവിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടെ വരണം, ഞാൻ സത്യം പറയാം, അതായത് എനിക്ക് തിരുവനന്തപുരം അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂരാണ്. അവിടെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. അവിടെയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. കല്യാണം കഴിച്ചു, ഞാൻ വൈഫായി. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് മരിച്ചപ്പോൾ ഞാൻ ചേച്ചി ഇവിടെയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്.
അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതിന്. അച്ഛനും അമ്മയും സാറിന്റെ വളരെ ചെറുപ്പം. അച്ഛൻ ഞാൻ BSc പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. അമ്മ നേരത്തെ മരിച്ചു. അതായത് കേരള പിറവി ദിവസമാണ് അമ്മ മരിക്കുന്നത്. November 1st, 1956 November 1st. അന്ന് കേരളം പിറന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അമ്മ. അമ്മിണി എന്നാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്നല്ല, അമ്മിണി എന്നാണ് വിളിച്ചത്. അമ്മിണി. ഞാൻ ആ സമയത്ത് ഞാൻ മിന്നാമിനുങ്ങ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മൈസൂർ വെച്ചായിരുന്നു ഷൂട്ടിങ്. അവിടെ വെച്ചിട്ടാണ് അമ്മ മരിച്ചതെന്ന് അറിയുന്നത്. അമ്മ മരിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ തിരിച്ചെത്തിയില്ല. കാരണം മൈസൂരാണ്. മൈസൂരിൽ നിന്ന് തൃശ്ശൂർ എത്തില്ല. അപ്പോൾ അത് ആ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് അമ്മ സംസ്കരിച്ചു. പക്ഷെ അങ്ങനെ അമ്മ മരിച്ച ശേഷമാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിക്കുന്നത് BSc പരീക്ഷയുടെ തലേ ദിവസമാണ്. BScയുടെ പരീക്ഷ എഴുതാൻ പോണതിൻ്റെ നാളെയാണ് പരീക്ഷ, ഇന്നാണ് അച്ഛൻ മരിക്കുന്നത്. അതൊക്കെ ഒരു ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു അടിയാണെന്ന് ഞാൻ പറയും. നമുക്ക് പക്ഷേ മരിച്ചു പോകും. നമ്മൾ മുന്നോട്ട് പോകും. മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന ഒരു പടം ജീത്തു ജോസഫിന്റെ സെക്കൻഡ് മൂവിയാണ്. അന്ന് അത് ചെയ്തിട്ട് ഇന്നിപ്പോ ജീത്തു ജോസഫ് നിൽക്കുന്ന ഒരു ഇതെന്ന് പറയുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്ന ഒരു മൂവി, മെമ്മറീസ് അല്ലെങ്കിൽ ദൃശ്യത്തിന്റെ സീരീസ് ഇനിയിപ്പോ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു വളർച്ച സാർ നോക്കിക്കാണുന്നത്? ഭയങ്കര വലിയ വളർച്ച. ജിത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു ഡയറക്ടറാണ്. കാരണം പുള്ളിയുടെ ഓരോ ചുവടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മമ്മി ആൻഡ് മീ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പടം ജിത്തുവിൻ്റെ കൂടെ ചെയ്തിട്ടില്ല. പിന്നെ ജിത്തു തോന്നിയിട്ട് ഇയാളെക്കാളും നല്ലത് വേറെ ആൾക്കാരോ അതൊക്കെ ഒഴിവാക്കുക ചെയ്ത്. പക്ഷെ ജിത്തു ഒരു നല്ല ഡയറക്ടറാണ്, നല്ല വിവരമുള്ള ഡയറക്ടർ. ഇപ്പൊ ഉർവശി മാമുമായിട്ട് ഒത്തിരി മൂവീസ് എവർഗ്രീൻ ഹീറോയിനാണ്. നല്ല റെപ്പാർട്ടാണ്. ഒരു ഇപ്പോൾ ഞാൻ ഊശിന്നാ ഞാൻ വിളിക്കുക ഉർവശിയെ. ഊശി എന്ന് വിളിച്ചാല് സാർ പറയും. അപ്പൊ ഞാനാരെ വേറെ ആരെയും അങ്ങനെ വിളിക്കില്ല. അപ്പോ ഉർവശി എന്നുള്ളത് ഒരു എന്താ പറയാ, നമുക്ക് വളരെ സ്വന്തം സിസ്റ്റർ മാതിരിയാണ് ഉർവശി. അത്രയും അടുപ്പാണ് ഞങ്ങൾ തമ്മിൽ. സാറിന്റെ ഇറങ്ങാത്തൊരു മൂവി മുകേഷ് സാറും വിദ്യാബാലൻ ആയിട്ടുള്ള ഒരു മൂവി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്താ ഇറങ്ങാത്തെ? ചോദിച്ചാൽ അത് ഇറങ്ങാൻ കാശില്ലായിരുന്നു, അതുകൊണ്ട് ഇറക്കിയില്ല. നല്ല സിനിമയായിരുന്നു. ഒരു പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തായിരുന്നു. കുറെ ഷൂട്ട് ചെയ്തിട്ട് അത് ഒറ്റപ്പാലത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ അത് നിന്ന് പോവുക ചെയ്തു. അപ്പൊ ഒരു പടം നിന്ന് പോകാൻ എത്ര കാരണങ്ങളുണ്ട്. നഷ്ടമായി പോയത്. അത് സാർ സിനിമാറ്റോഗ്രാഫി ചെയ്തതാണോ? അതെ, സിനിമാറ്റോഗ്രാഫി ചെയ്ത മൂവിയാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയുണ്ട്, ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇനി ചെയ്യാൻ പോവാ. ഡയറക്ഷൻ ചെയ്യാൻ പോവാണ്. അതെ, ചുമ്മാ ശരിക്കും സത്യമായിട്ടും. എപ്പോഴായിരിക്കും? ഉടനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ് സാറിന്റെ അടുത്ത സെക്കൻഡ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? സെക്കൻഡ് മൂവി. അതെ. ഓക്കെ, ആരാണ് കാസ്റ്റ് എന്തെങ്കിലും ഒക്കെ സാർ? ഒന്നും പറയത്തില്ല, എല്ലാം സീക്രട്ട് ആണ്. മകൾക്കൊരു ചാൻസ് കാണോ? ഇല്ല. അച്ഛനാണത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കത്തില്ലേ പുള്ളിക്കാരി അവസരം എന്താ തരാത്തെന്ന്? വേറെ നല്ല ആൾക്കാരുള്ളതുകൊണ്ട് പറയും ഞാൻ അവളെ വഴക്ക് കിട്ടാനുള്ള പരിപാടി. ഓക്കെ, ഇനി ഈ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന പടം ചെയ്യുമ്പോൾ അതിലൊരു സീനിൽ ലാലുല സാറ് കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്ന സീനിൽ എന്തോ നിങ്ങളെല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത്, മഞ്ജു വാര്യർ, ജയറാം സാറൊക്കെ ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു ആ ഒരു മൊമെന്റ്? ഓർമ്മയില്ല. ഓക്കെ, പഴയ പടങ്ങളിൽ ഇതേപോലെ രസകരമായിട്ടുള്ള ഒത്തിരി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുമോ? ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് സന്ദേശത്തിലാണ്. അതിലേതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാമോ? ഏതെങ്കിലും ശ്രീനിവാസൻ സാറോ ജയറാം സാറായിട്ടുള്ള ബോണ്ട് എങ്ങനെയാണ്? ജയറാമായിട്ട് ജയറാമിന്റെ രണ്ടാമത്തെ പടം തൊട്ട് നമുക്കറിയാം. എന്നാലും എങ്ങനെയാണ് ഈ സിനിമാ സൗഹൃദങ്ങൾ? ഇപ്പം ദിലീപ് ഏട്ടൻ അല്ലെങ്കിൽ ജയറാം ഏട്ടനായിട്ട് ദിലീപായിട്ട് നല്ല സൗഹൃദം ആയിരുന്നു. എന്തെങ്കിലും ഒരു തിക്താനുഭവങ്ങൾ സാർ ഇപ്പം പറയണം എന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് സാറിന് ഉണ്ടായിട്ടുണ്ടോ? സാറിന് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ, സാർ അതിനെങ്ങനെയാണ് അതിൽ നിന്ന് മറികടന്ന് വന്നതെന്നുള്ളത്? ഇഷ്ടപ്പെടാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാറിന് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ആയിട്ട് ചിലപ്പം വഴക്കായതായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഞാൻ ആരുമായിട്ട് അങ്ങനെ വഴക്കൂടാറില്ല.
കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മനസ്സിനകത്ത് വെക്കുകയുള്ളൂ, പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ കൊടുക്കാം. ഇപ്പൊ ഈ സിനിമാറ്റോഗ്രാഫിയിൽ നോക്കുമ്പോഴത്തേനും ഈ ഹോളിവുഡിലൊക്കെ പറയുന്ന ഗ്യാഫർന്നോ അങ്ങനെ ഒരു ജാഫർ അങ്ങനെ ഒരു പേര് പറയുന്ന ഉണ്ട്. പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് സാർ ഇപ്പൊ ആയിരിക്കും. അന്നത്തെ ഇപ്പൊ ഗാഫർ ഉം, ഇപ്പൊ ആരും പറയാറില്ല തോന്നുന്നു. കാരണം ഇലക്ട്രീഷ്യൻ എന്നൊക്കെ പറയണത് പറയാണെങ്കിൽ ഗാഫർ എന്ന് പറയണത്, ഉം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഗാഫർ ഇല്ല. ഉം, ഞാൻ തന്നെ അത് പഠിച്ചത് ഈ മധുവിന്റെ കൂടെ വെളിയിൽ പോയിട്ട് ഉം, ചിലപ്പോൾ ഷൂട്ടിങ് ഗാഫർ, അപ്പൊ അവര് ചോദിക്കുമല്ലോ ഗാഫർ ഹൂ ഇസ് ദ ഹാവ്, അങ്ങനെയാണ് ഞാൻ പഠിച്ചത് തന്നെ. ഉം. പണ്ട് ഹോളിവുഡ് പടങ്ങളിലും അങ്ങനെ ഒരാള് ഉണ്ട് കാണുന്നു ഉണ്ട് പറയുന്നുണ്ട്. ഉണ്ട് പക്ഷെ നമ്മുടെ മലയാളം ഇല്ല. ഇൻഡസ്ട്രിയിൽ സിനിമാറ്റോഗ്രാഫർ തന്നെയാണ് ഇപ്പൊ എന്താ പറയാ ഗാഫർ കളർ പാറ്റേൺ അല്ലേ, കളർ പാറ്റേൺ മൂഡ് എന്നൊക്കെ പറയുമല്ലോ, അതെ അതെ അതൊക്കെ അതെ നിങ്ങൾ ഒരു ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾ അതെ തന്നെയാണ് ഇത് അതെ സെറ്റ് അതെ ചെയ്യുന്നത്. അതെ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് സാർ? ആ ഒരു അത് അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ. ചെയ്തിട്ടില്ല. ഇല്ല, കാരണം ആ വെച്ചാല് നമുക്ക് ഇന്ന മാതിരിയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറയണത് ഉം, ഡയറക്ടറെ അടുത്താണ്. ഉം, ഡയറക്ടറാണ് പറയണത് ഇന്ന ഉം, മാതിരിയാണ്. അത് കുറെയൊക്കെ സംഭവിക്കും, ഉം, 90% സംഭവിക്കാതിരിക്കാം, ഉം. അത്രേ അപ്പൊ ഉള്ളൂ. അത് ഡിസ്കഷൻ വരുന്നത് ഡയറക്ടറുമായിട്ട് ഒരു അത്രേ ഡിസ്കഷൻ ഉള്ളൂ. നിങ്ങൾ തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ ആഫ്റ്റർ ഷൂട്ട് ഉം, നമ്മള് ഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. ഉം, കളർ പാറ്റേൺ ഒക്കെ നമ്മൾ നിശ്ചയിക്കണം. അന്നത്തെ കാലത്ത് ആ, ഉം, അന്നത്തെ കാലത്ത് എന്ന് പറയാൻ പറ്റില്ല. ഉം. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സാർ ഇപ്പം നടക്കുന്ന ഈ ഒരു ചേഞ്ചസ് ഒത്തിരി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ സാർ വർക്ക് ഇന്നത്തെ ചെയ്യുന്നത്. കാലഘട്ടത്തിൽ ഞാൻ ശിശുവാണ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. സാർ എന്തെങ്കിലുമൊക്കെ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞാൻ ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ എനിക്ക് കിട്ടാറില്ല. ആ സാർ ഏതെങ്കിലും സെറ്റിൽ വെറുതെ ഇങ്ങനെ പോയി നിന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ മൂവി സെറ്റിലോ എന്തെങ്കിലും ഒക്കെ പോവാറുണ്ടോ? എനിക്ക് സങ്കടം വരും, ആ അല്ലെങ്കിൽ അസൂയ വരും. ഓ, ഇയാൾ ഇത്ര നന്നായിട്ട് ഷൂട്ട് ചെയ്യണോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ആ, മിടുക്കന്മാരാണ് എല്ലാവരും, എല്ലാ ക്യാമറമാന്മാരും നല്ല മിടുക്കന്മാരാണ്. ഉം, അവർ കൂടുതൽ അറിയാം, നമുക്കതിനൊന്നും അറിഞ്ഞൂടാ സത്യം പറഞ്ഞു. ഉം. അവരുടെ അറിവ് നോക്കുമ്പോൾ നമുക്കൊന്നുമില്ല. ഇനി സാർ പറഞ്ഞിട്ടുണ്ട് കൊച്ചില് ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കഥകളി ഉണ്ട്. അരങ്ങേറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ യൂത്ത് ഫെസ്റ്റിവൽ, ഉം, അന്നത്തെ കാലത്ത് ആദ്യത്തെ യൂത്ത് ഫെസ്റ്റിവൽ, ഉം, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അന്ന് ഉം, ട്രിവാൻഡ്രത്താണ് നടന്നത്. ഉം, ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് വിഭവോദയം സ്കൂളിൽ ഉം. തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കും. ആ, ഇവിടെ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഉം, ഡാൻസ് ചെയ്യുമായിരുന്നു. ഉം. ഈ ഫോക്ക് ഡാൻസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ആ, പിന്നെ കഥകളി ചെയ്തു. കഥകളി അരങ്ങേറ്റം തൃശ്ശൂർ കൃഷ്ണൻ്റെ അവിടെ അരങ്ങേറ്റം ചെയ്താണ്. ഉം, പിന്നെ അങ്ങോട്ട് പോയില്ല, കത്തിയില്ല അങ്ങോട്ട്. ആ. വൈഫുമായിട്ടുള്ള സാറിന്റെ ഒരു 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 ബന്ധം എങ്ങനെയാണ്? തല്ലുകൂടുന്നു. അല്ല, നല്ല ബന്ധം. നല്ല ബന്ധമാണ്, മറ്റേത് വേണ്ട, തല്ലുകൂടൽ വേണ്ട. എങ്ങനെയാണ് വൈഫിന്റെ ഒരു സപ്പോർട്ട്? അതായത് ഈ ഒരു ഭയങ്കര സപ്പോർട്ട്. കരിയർ അവള് തുടങ്ങിയത് മുതൽ. എന്നെ നോക്കണം, അവളെ എന്നെ നോക്കണം മാതിരി വേറെ ആരും നോക്കില്ല. ഉം, അത് ചിലപ്പോൾ ഞങ്ങൾ അടിയും വെക്കും. ചിലപ്പോൾ ഇപ്പൊ ഇന്ന് തന്നെ ആ, മരുന്ന് കഴിച്ചോ ചോദിക്കും, മരുന്ന് കഴിച്ചോ ചോദിച്ചുകൊണ്ടിരിക്കും ആ, ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കഴിച്ചു എന്ന് പറയും, ഉം, ചിലപ്പോൾ കഴിക്കില്ല. ആ, എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ അത് എൻ്റെ ഭാര്യ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു മൂവി, അതിലെന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു ഇത് പറയാമോ? സന്മനസ്സുള്ള സമാധാനം മൊത്തത്തില് രസകരമാണ്. രസകരമാണ്. ആ, അതിൻ്റെ അത് ഷൂട്ട് ചെയ്തത് എറണാകുളത്താണ്. ആ, ശ്രീനിവാസൻ, മോഹൻലാൽ ഒക്കെ ഉം, ഉള്ള പടമാണത്. ഉം, എനിക്ക് അതിലെ ഏറ്റവും ഓർമ്മയുള്ളത് ശ്രീനിവാസൻ ലളിത ചേച്ചിയെടുത്ത് പറയുന്ന ഒരു വർത്തമുണ്ട്. ഉം, ഇൻസ്പെക്ടർ പുല്ലാണെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നത്, പുള്ളി തന്നെയാണ് പറഞ്ഞത്. ഉം, അപ്പൊ ഇവരാണ് പറഞ്ഞതേ. ആ, ആ ഒരു സീൻ ഉണ്ടല്ലോ, ഉം, അത് അപ്പൊ ഒരു ജീപ്പ് ഇങ്ങനെ വന്ന് നിന്നിട്ട്, ഈ ഓർമ്മയുണ്ട്, ജീപ്പ് ഇങ്ങനെ വന്ന് നിന്നിട്ട് തിരിഞ്ഞു പോണ ഒരു സീനാണ്. ജീപ്പ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിവാസൻ ചാടി ഇറങ്ങി വീഴാൻ പോണ ഒരു സീനുണ്ടായിരുന്നു. ഉം, നമ്മളൊക്കെ ചിരിച്ചു പോയി. ഉം. ലാലിന് ആ പടം കാണുമ്പോൾ പറയാം, ലാലിന് ചിരി വന്നിട്ട് ശരി. ഒരു രക്ഷയില്ലായിരുന്നു. അത് ആ. ലാലിന് ചിരിയൊക്കെ അമർത്തിയിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഈ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരു പടമുണ്ട് ശ്രീനിവാസൻ സാറിന്റെ. അതിലൊരു വേർഡ് ഉണ്ട്, എന്താ അലഭ്യലഭ്യശ്രീ, അലഭ്യ ലഭ്യശ്രീ, എന്തോ ഒരു കിട്ടാത്തത് ജാതകത്തിലെ ഒരു യോഗം ഒരു എന്നൊക്കെ യോഗം പറഞ്ഞു. ഉണ്ട്. അങ്ങനെ ഒരു യോഗമൊന്നുമില്ല, ഇല്ല, ഇല്ല. ആ, ചുമ്മാ പറയണ ആൾക്കാർ. വെറുതെ ചുമ്മാ മൂവിക്ക് അത് വേണ്ടി. മൂവിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ആ, അലഭ്യലഭ്യശ്രീ, ആ, കിട്ടാത്തത് കിട്ടുന്നു, അങ്ങനെ എന്താണ് അതിനർത്ഥം? അതില് ജഗദീഷ് സാറ് അല്ലേ എന്തോ പഴം വിഴുങ്ങുന്ന സീനോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഈ ഒരു മൂവിയുടെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഈ മൂവിയുടെ? ഭാഗ്യവാന് പടം നല്ല കോമഡി പടമായിരുന്നു. അതിങ്ങനെ ഉം, ഈ അയാൾ വിചാരിച്ചൊന്നും അയാൾ കിട്ടില്ല, ഉം, അപ്പോഴും വേറെ ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും.
മനസ്സിലായോ കാര്യം വന്നത്? എനിക്ക് കിട്ടില്ല, പക്ഷെ ഞാൻ വിചാരിച്ച വേറെ ആൾക്ക് കിട്ടും. അതാണ് അതിന്റെ മൂവി. നല്ല മൂവി ആയിരുന്നു അത്. പക്ഷെ ആ മൂവി ഒന്നും അങ്ങോട്ട് കത്തിയില്ല. പണ്ടത്തെ പടങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആൾക്കാർ അതിലെ ഡയലോഗ്സ് ആകട്ടെ അല്ലെങ്കിൽ ഏറ്റവും ശരിയാ. കൂടുതൽ ഹിറ്റാന്ന് ഇപ്പൊ സോഷ്യൽ ശരി. മീഡിയയിൽ തരംഗമാവുന്നത് പഴയ പടങ്ങളാണ്. നിങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒത്തിരി പടങ്ങളുടെ പ്രത്യേകിച്ച് സന്ദേശം സന്ദേശം ഒരു പൊളിറ്റിക്കൽ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ സന്ദേശം ഇപ്പൊ ഈ ഇടയ്ക്ക് ഇലക്ഷൻ നടന്ന സമയത്താണെങ്കിലും ഈ സന്ദേശത്തിലെ ഡയലോഗ്സ് ആകട്ടെ സീൻസ് ആകട്ടെ എല്ലാം ട്രോളായിട്ടും എല്ലാം സന്മനസ്സുള്ള സമാധാനം. സമാധാനം. പഴയ പടങ്ങളിൽ അങ്ങനെ ഒത്തിരി ഡയലോഗ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇതെല്ലാം നിങ്ങൾ സ്പോട്ടിൽ സെറ്റ് ചെയ്യുന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നുമില്ല. ഇത് പകുതി എഴുതിയത് തന്നെയാണ്. ഇപ്പൊ ശ്രീനിവാസനെ മാതിരിയുള്ള ഒരാൾക്ക് ഡയലോഗ് എഴുതാൻ എന്ത് പ്രശ്നം? ശ്രീനിവാസനെ മാതിരിയുള്ള ഒരു പ്രതിഭ, അയാളുടെ ഒരു കഴിവ് ഭയങ്കരമാണ്. അങ്ങനെ ഒരു കഴിവ് ഇനി ഇല്ല ഒരാൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 2009 മുതലാണ് എന്താ പറയാ ഒരു മൂവി എന്നുള്ള രീതിയിലോട്ട് മാറിയത്, ഒരു കരിയർ ബ്രേക്ക് ഒക്കെ എടുക്കാൻ തുടങ്ങി. അതെന്തായിരുന്നു? അങ്ങനെ ഒരു മൂവി അല്ലെങ്കിൽ കുറച്ച് മൂവീസിന്റെ എണ്ണം കുറയാൻ തുടങ്ങി സാർ ചെയ്യുന്നത്? ആൾക്കാർ വിളിക്കാതെ, വെരി സിമ്പിൾ. വേറെ കഴിവുള്ളവർ വന്നു, എന്റെ കഴിവ് കുറഞ്ഞു പോയി, അത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല, സത്യമാണ് അത്. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്കുള്ള ഇപ്പൊ ഡയറക്ടറായാലും ശരി, എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംവിധായകന്മാരും അല്ലെങ്കിൽ അതൊക്കെ കുറഞ്ഞു തുടങ്ങി. സത്യൻ അന്തിക്കാട് സാറുമായിട്ട് ഒത്തിരി മൂവി ചെയ്തിട്ടുണ്ട്. 30 സിനിമ. ഓക്കെ, സാറുമായിട്ടുള്ള ഒരു നല്ല ഓർമ്മ പറയാൻ പറഞ്ഞാൽ സാറിന് എന്തായിരിക്കും ഉള്ളത്? ഒരു സൗഹൃദം, നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ട് ഇപ്പോഴും, പക്ഷെ ഇപ്പൊ വിളിക്കാറില്ല എന്നേ ഉള്ളൂ. നല്ലൊരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകളുടെ. ഒരുമിച്ച് ചെയ്ത എല്ലാ സിനിമകൾക്കും നല്ല നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതാണ് സത്യം. ഈ ലാലേട്ടൻ അല്ലാണ്ട് വേറെ ഏത് ആർട്ടിസ്റ്റ് ആണ് സാറിന് ഒരു വാവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് ഇതൊരു ഗംഭീരായിട്ടുള്ള ഒരു നടി അല്ലെങ്കിൽ നടൻ സാറിന് നടി തോന്നിയിട്ടുള്ളത്? ഉർവശി തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അതൊരു മാറ്റമില്ല. ഒരു സെക്കൻഡ് ഒരു ഓപ്ഷനും കൂടെ പറയാൻ പറഞ്ഞാൽ ആരെ പറയായിരിക്കും ഒരു നടിയിൽ സാറ്? ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞതല്ലേ? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഉർവശി മാം പറഞ്ഞു, ലാലേട്ടനും പറഞ്ഞു, എന്നാലും സാറിന്റെ ഇതിൽ തോന്നിയിട്ടുള്ള വേറൊരു, ഇവരല്ലാണ്ട് വേറെ ആരെങ്കിലും? നടി വളരെ കുറവാ. ആരെയും തോന്നിയിട്ടില്ല. ആരെയും തോന്നിയിട്ടില്ല. ഈ സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? ശരിക്കും ജെന്വിൻ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ആരെയും ആയിട്ടുള്ള? വിശ്വസിക്കാൻ പറ്റില്ല. അതുള്ളതാണ്. അതുകൊണ്ട് നമ്മളിപ്പോ താൻ തന്നെ ഉണ്ട്, താൻ പറയണതൊക്കെ സത്യമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് അല്ലേ സാർ ചോദിക്കുന്നത്? സിനിമയിലെ സൗഹൃദങ്ങൾ വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. എനിക്ക് അങ്ങനെ ആരുമായിട്ട് വലിയ സൗഹൃദമൊന്നുമില്ല. കാണുമ്പോ ഹലോ ഇത്ര തന്നെ. അല്ലാണ്ട് സൗഹൃദം ഇപ്പൊ ശ്രീനിയായിട്ടൊരു സൗഹൃദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ലാലായിട്ട് മമ്മൂട്ടിയായിട്ട് ഒരു പരിധി വരെ സൗഹൃദമുണ്ട്, സംശയമൊന്നുമില്ല. 47 വർഷമായി ഓൾമോസ്റ്റ് സാർ ഈ ഒരു കരിയർ തുടങ്ങിയിട്ട്. അത്രയൊക്കെ ആയോ? 47 എന്ന് പറയുന്നത് ഏതാണ്ട് കഴിയാറായി. 47 വർഷം എന്ന് പറയുന്നത് ഒത്തിരി അനുഭവങ്ങളുള്ള ഒരു ലൈഫ്. പലതും ഓർമ്മയില്ല, അതാണ് സത്യം. പലതും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല, അതുകൊണ്ട്. സാറിന്റെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി എങ്ങനെയാണ്? ഇപ്പൊ എങ്ങനെയാണ് സാറിന്റെ ഒരു ദിവസം പോകുന്നത്? സിനിമകൾ വളരെ കുറവാണ്. എന്നെ വിളിക്കാറില്ല അധികം പേര് വിളിക്കാറില്ല. വിളിക്കുന്നവരെന്നെ വളരെ കുറവാണ്. പക്ഷെ ഞാൻ ചെയ്യണതൊക്കെ നല്ല സിനിമകളാണ്. സാർ ഇനി ഉടനെ ഏതെങ്കിലും ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്യാനായിട്ടുള്ള? അല്ല, എനിക്ക് ഒരു ഡയറക്ടോറിയൽ വെഞ്ചർ ഉണ്ട്. അത് ആ പടം വരുവാണെങ്കിൽ അത് വളരെ ഡിഫറെന്റ് സിനിമയാണ്. അപ്പൊ ഇനി സിനിമാറ്റോഗ്രാഫി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും പുതിയ പടം ചെയ്യാനായിട്ടുള്ള പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല ആർക്കും തന്നെ. ഇയാളെ വിളിച്ച് ഇയാളെ കൊണ്ട് ചെയ്യുക അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്നെ ആരും വിളിക്കാറുമില്ല. അതിൽ വിഷമമുണ്ടോ സാറിന്? ഇങ്ങനെ ഇല്ലല്ലോ, ഓരോ കാലഘട്ടമല്ലേ അത്. അതിങ്ങനെ കാലം മാറി മാറി വരുമ്പോ നമ്മൾ ബാക്കിലോട്ട് പോകും. അത് നാച്ചുറൽ, ഇത്രേ ഉള്ളൂ. ഈ പുതിയ തലമുറയ്ക്ക് സാർക്ക് ഒരു എന്താ പറയാ, സാറിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും പറയാ? ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുക, സത്യസന്ധമായിട്ട് പരിപാടികൾ ഇടുക, അല്ലെങ്കിൽ പെരുമാറുക, അല്ലെങ്കിൽ മനസ്സ് ഓർക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കള്ളത്തരം കാണിച്ചിട്ട് ഒന്നും സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റില്ല. നിലവിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ കാണാറുണ്ടോ? അതായത് ഈ സോഷ്യൽ മീഡിയ സാർ യൂസ് ചെയ്യാറില്ല? യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല. എനിക്ക് ഒരിക്കലും എന്താ പറയാ, പൊളിറ്റിക്സ് അല്ലെങ്കിൽ
അങ്ങനെ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് അല്ല എനിക്ക്. പൊളിറ്റിക്സ് താല്പര്യമില്ല. സാറിന് സിനിമയാണ് സാറിന്റെ അൾട്ടിമേറ്റ്. അല്ല, സിനിമ തന്നെയാണ്, മാറ്റമില്ല. സിനിമ ആദ്യവും അവസാനവും സിനിമ തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. സിനിമയിൽ തന്നെ, ഇനിയിപ്പോൾ സിനിമയിൽ തന്നെ മരിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരു ദിവസം കാലത്ത് എണീറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിനകത്തുണ്ട്. എൻ്റെ ഭാര്യ അടുത്ത് പറഞ്ഞാൽ ഭാര്യ ചീത്ത പറയും, അതെന്തിനാ അതൊക്കെ പറയാൻ പോയത്. കാരണം അവൾക്ക് ഞാൻ മരിക്കണം ഇഷ്ടമല്ലല്ലോ, അവൾക്ക് ഞാൻ ജീവനോടെ ഇരിക്കണം എന്ന് തന്നെയാണ് ഇഷ്ടം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും ഇയാൾ ഒരു ഓർമ്മ വേണം, നമ്മുടെ ജീവിതം ഇന്ന മാതിരി ആയിരുന്നു എന്ന് ആൾക്കാർക്ക് ഓർമ്മ വേണം. അങ്ങനത്തെ ഉള്ള ഒരു സംഭവമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സാറിന്റെ ആരോഗ്യം എങ്ങനെയാണ്? ഇപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് സാറിന്റെ ഒരു അല്ല, എനിക്കിപ്പോ അടുത്ത കാലത്ത് ഞാൻ ഒരു വർഷം മുമ്പ് എനിക്കൊരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ഒന്നും ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുക, പതുക്കെ. അതിങ്ങനെ മുന്നോട്ട് അതുവരെ പോകുന്നുള്ളത് എനിക്ക് അറിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കിനി ഒത്തിരി സാർ ആഗ്രഹിച്ച പോലെ ഡയറക്ഷൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അത് സത്യമല്ലേ പറഞ്ഞതിന്റെ അടുത്ത് ആണ്. അപ്പൊ ആ ഒരു മൂവി നമുക്ക് കാണാൻ പറ്റട്ടെ, അത് വലിയൊരു വിജയമായിട്ട് മാറട്ടെ. സാറിന്റെ ആരോഗ്യം പൂർണ്ണ ഭേദമാകട്ടെ, എല്ലാ രീതിയിലും ആരോഗ്യവാനായിട്ട് മാറി. ഞാൻ ഏതൊരു ഇതിൽ കേട്ടായിരുന്നു, എനിക്ക് 100 വയസ്സ് വരെയൊക്കെ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു രീതിയിലൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100 അല്ല 150 വർഷം സാറിനെ ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ മനസ്സുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞത് വളരെ സന്തോഷം. ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ വളരെ അടുത്ത കാലത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് സത്യമായി ഭാവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.